Hi friends, welcome back to Kscb and PSC Master YouTube channel. Well, നമ്മൾ ഇന്ന് ചൈനീസ് കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ചാണ് പഠിക്കുക. ചൈനയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സാധാരണ എക്സാംസിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് വരാറുണ്ട്. അപ്പോൾ ചൈനയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ കാണുന്നത് 1912 ചൈനീസ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിച്ചത്. 1912 ചൈനീസ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിക്കുന്നത്. ഇത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. ചൈനീസ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിച്ച വർഷം 1912. അതുപോലെ തന്നെ ചൈനയിലെ ഫേമസ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും ഒറ്റ ഒരു നോട്ടത്തിൽ തന്നെ ഈ ഒരു ആൻസർ കിട്ടാവുന്നതാണ്. കാരണം ചൈന മെയിനായിട്ട് ഇൻഡസ്ട്രിയൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ്. ഇൻഡസ്ട്രീസ് ഒക്കെ ഒരുപാടുള്ള രാജ്യമാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഫേമസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ചൈനയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സൊസൈറ്റികൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ സൺ യാറ്റ്സൺ. ഡോക്ടർ സൺ യാറ്റ്സൺ ആണ് ഫാദർ ഓഫ് ചൈനീസ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ഡോക്ടർ സൺ യാറ്റ്സൺ ആണ് ഫാദർ ഓഫ് ചൈനീസ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ഈ വ്യക്തിയെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി പോയിന്റുകൾ പഠിക്കേണ്ടതുണ്ട്. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഫാദർ ഓഫ് ചൈനീസ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരാണ്? ഡോക്ടർ സൺ യാറ്റ്സൺ. ഇത് വളരെ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട പോയിന്റാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ചൈനയിൽ ഏറ്റവും കൂടുതലുണ്ടെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആദ്യമായി ഫൗണ്ട് ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ വു എന്നുള്ള വ്യക്തിയാണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൗണ്ടർ. വു എന്ന വ്യക്തി ചൈനയിൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തിയാണ് ഡോക്ടർ വു. അപ്പോൾ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൗണ്ടർ ആരാണ്? വു. ഓക്കെ, നെക്സ്റ്റ് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇൻഡസ്കോസ് എന്ന് പറഞ്ഞൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഡസ്കോസ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ചൈന. ചൈനയിലെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇൻഡസ്കോസ്. അപ്പോൾ ഇൻഡസ്കോസ് ഏത് രാജ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിന്റെ ആൻസർ ചൈനയാണ്. ഇൻഡസ്കോസ് ഈസ് എ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ചൈന. ഓക്കെ, അതുപോലെ തന്നെ ചൈനീസ് കമ്മ്യൂൺ എന്നുള്ള പേരിന്റെ അർത്ഥം അവിടുത്തെ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അറിയപ്പെടുന്നത് ചൈനീസ് കമ്മ്യൂൺ എന്നാണ്. ചൈനീസ് കമ്മ്യൂൺ എന്ന പേരിന്റെ അർത്ഥം അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ്. അവിടുത്തെ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അറിയപ്പെടുന്നത് ചൈനീസ് കമ്മ്യൂൺ ആണ്. അവിടുത്തെ ലോക്കൽ നെയിമാണ് ചൈനീസ് കമ്മ്യൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആദ്യത്തെ കമ്മ്യൂൺ, അതായത് അവിടുത്തെ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആദ്യത്തേത് സ്പുട്നിക് എന്ന പേരിലാണ് സ്ഥാപിക്കപ്പെട്ടത്. ഫസ്റ്റ് കമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ചൈന ഇസ് നോൺ ആസ് സ്പുട്നിക്. അപ്പോൾ സ്പുട്നിക് എന്ന പദം കേൾക്കുമ്പോഴേ നിങ്ങൾ ചൈനയെ ഓർമ്മ വരണം. ചൈനയിലെ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് സ്പുട്നിക്. അപ്പോൾ നമ്മൾ ചൈനയെക്കുറിച്ച് ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. ചൈനയിൽ 1912 കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിച്ചത്. ചൈനയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള കോപ്പറേറ്റീവ് മോഡ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഫേമസ് ആയിട്ടുള്ള രാജ്യമാണ് ചൈന. അതുപോലെ തന്നെ ഡോക്ടർ സൺ യാറ്റ്സൺ ആണ് ചൈനീസ് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഫാദർ. അതുപോലെ തന്നെ അവിടുത്തെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് വു എന്ന വ്യക്തിയാണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൗണ്ടർ. അതുപോലെ തന്നെ ഇൻഡസ്കോസ് എന്ന് പറഞ്ഞ കോപ്പറേറ്റീവ് സൊസൈറ്റി ചൈനയിലാണ്. അത് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ഇൻഡസ്കോസ്. അതുപോലെ തന്നെ ചൈനീസ് കമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ചൈനയിലെ ആദ്യത്തെ കമ്മ്യൂൺ അഥവാ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരാണ് സ്പുട്നിക്. അപ്പോൾ ചൈനയെക്കുറിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട കുറേ പോയിന്റുകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് അറിയാമെങ്കിൽ ആ കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.